നാളുകൾക്ക് ശേഷം ഓയിൽ കളർ ഉപയോഗിച്ച് ഒരു സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. മോണ്ട്മാർട്ടയുടെ ഒരു ക്യാൻവാസ് പാഡിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ലിമിറ്റഡ് പാലറ്റാണ്, വളരെ കുറച്ച് കളറേ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ ആ കാണുന്ന കൂണുകളാണ് വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ഏത് മീഡിയം ഉപയോഗിച്ചും വരയ്ക്കാമെന്നാണ് പറയുന്നത്. ഞാനിതിൽ അക്രിലിക് വെച്ചൊരു ചിത്രം വരച്ച് നോക്കി. ഇനി ഓയിൽ കൊണ്ടൊരെണ്ണം ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് റഫ് സ്കെച്ച് ചെയ്യാൻ പോവാണ്. അവിടെ ഒരു പുൽനാമ്പും അതിൻ്റെ ഒപ്പം ഉണ്ട്, അപ്പോൾ അതുകൂടെ അങ്ങ് വരയ്ക്കാം. സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റോ അമ്പറാണ് ഇത്, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഇത് അടിച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ഡാർക്കായിട്ട് കാണുന്ന ഭാഗത്തിലൂടെ ഈ റോ അമ്പർ നമുക്ക് കൊടുക്കാം. കോബാൾട്ട് ബ്ലൂ എടുക്കുകയാണ്. അതോടൊപ്പം ഫ്ലേക്ക് വൈറ്റ് ആഡ് ചെയ്യണം. കുറച്ച് റോ അമ്പറും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഈ നിറം ഈ മഷ്റൂമിലൊക്കെ ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. പച്ച നിറം എടുത്തിട്ടില്ല, അതുകൊണ്ട് കോബാൾട്ട് ബ്ലൂവും ക്രോമെല്ലോ ഡീപ്പ് ഹ്യൂവും എടുക്കുകയാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണ്. കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ആ പുൽനാമ്പുകൾക്ക് കൊടുക്കാം. ക്യാൻവാസിൻ്റെ എല്ലാ ഭാഗവും കളർ കൊണ്ട് മൂടിയിട്ടുണ്ട്, ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് കറുപ്പ് നിറം കൊണ്ട് ഏറ്റവും ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഷെയ്ഡുകൾ കൊടുക്കുകയാണ്. യെല്ലോ ഓക്കറും വെർമിലിനും വൈറ്റും കൂടെ എടുക്കുകയാണ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ മഷ്റൂമിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് കളർഫുള്ളാണ്. അവിടെ ആ ഒരു കളർ നമുക്ക് കൊടുക്കാം. ഈ മഷ്റൂമിൻ്റെ തണ്ടൊക്കെ കുറച്ച് ഓറഞ്ചിഷ് കളറാണ്, അപ്പോൾ അത് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി വെള്ളം മാത്രം വെച്ചിട്ട് അതിൻ്റെ മഷ്റൂമിൻ്റെ ലൈറ്റായിട്ടുള്ള ഏരിയാസ് ഒന്ന് തെളിച്ച് കൊടുക്കുകയാണ്. ചില ഭാഗത്ത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത ആ നിറങ്ങളും കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്രോമെല്ലാം കൂടെ മഞ്ഞയുടെ കൂടെ ചേർക്കുകയാണ്. ഒരെണ്ണം ഏകദേശം കംപ്ലീറ്റ് ആയി. നല്ല വെയിലാണ് കേട്ടോ. വെയിൽ കാരണം ശരിക്കും കണ്ണ് കാണുന്നില്ല.
ഈ ക്യാൻവാസിലോട്ട് തന്നെ വെയിലടിക്കുക. ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ നോക്കി, രക്ഷയില്ല. വിൻസെൻ്റ് വാൻഗോഗിനെയൊക്കെ സമ്മതിക്കണം. അങ്ങനെ പൊരി വെയിലത്ത് നിന്ന് ഈ പെയിൻറ്റിങ് തീർത്തെന്ന് കരുതുന്നു. ഒരു മഷ്റൂം ശരിക്കും മഴയൊക്കെ നനഞ്ഞ് പീസായിട്ടുണ്ട്. ഓക്കെ, മതിയാക്കാം.